കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട രായച്ചായൻ തന്റെ ജന്മദിനം ഇന്നലെ ആഘോഷിച്ചു. ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയെ പ്രത്യേകം രായച്ചാനെ ഓർത്ത് സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. രായച്ചാനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇടവകയിൽ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ പറ്റാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. നമ്മുടെ സഭയിലും നമ്മുടെ സമൂഹത്തിലും തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ്. കാരണം നമ്മുടെ പത്തനംതിട്ട രൂപതയില് എല്ലാ വൈദികർക്കും രായച്ചാനെ അറിയാം, പിതാക്കന്മാർക്കറിയാം. അതോടൊപ്പം തന്നെ MCAയുടെ മലങ്കര കാത്തലിക് അസോസിയേഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ രൂപതയിലെ എല്ലാ ഭാരവാഹികൾക്കും, നമ്മുടെ മേജർ അതിരൂപതയിലെ എല്ലാ ഭാരവാഹികൾക്കും രായച്ചാനെ പ്രത്യേകമായിട്ടും പേഴ്സണലായിട്ടും വ്യക്തിപരമായിട്ടും അറിയാം. ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ രായച്ചാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മ എന്ന് പറയുന്നത് എല്ലാവരുമായിട്ടും ഒരു സൗഹൃദം സ്ഥാപിക്കുവാനും ഒരു ഹായ് പറയാനും രായച്ചാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഏത് സ്ഥലത്ത് ചെന്നാലും ഒരു വ്യക്തി മിണ്ടാതിരുന്നാലും ആ വ്യക്തിയുടെ അടുത്ത് പോയി സംസാരിക്കുവാനും ആ വ്യക്തിയുടെ ക്ഷേമവിവരങ്ങൾ അന്വേഷിക്കുവാനും രായച്ചാന് പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവുണ്ട്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ കുറഞ്ഞു പോകുന്ന ഒരു കാലത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഭവനങ്ങളിലുള്ളവർ പോലും പരസ്പരം സംസാരിക്കുവാനൊക്കെ മടി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തില് അപ്രകാരമുള്ള ഒരു ക്വാളിറ്റി, നന്മ ഉണ്ട് എന്ന് പറയുന്നത് വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ദൈവം തന്ന ദാനമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ജന്മദിനത്തിലും ദൈവം നമുക്ക് നൽകുന്ന ഈ ജീവിതത്തെ ഓർത്ത് നന്ദി പറയുവാനും കൂടുതൽ കരുത്തോടെ ജീവിതത്തെ മുന്നോട്ട് പോകുവാനുമുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ആ ജന്മദിനത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട രായച്ചാൻ ഞങ്ങളുടെ ഇടവക സമൂഹത്തിന് ട്രസ്റ്റി ആയിരുന്നുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ കുരിശടിയുമായിട്ടുള്ള നിർമ്മാണത്തിലൊക്കെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന സമയത്തും എല്ലാ ദിവസവും അവിടെ പോയി അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പണിയുമായിട്ട് സംബന്ധിച്ച എല്ലാ നിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്നതിലും രായച്ചാന് ഒത്തിരി താല്പര്യമുള്ളവരാണ്, സന്തോഷമുള്ള ഒരു വ്യക്തിയാണ്. ഒരിക്കലും രായച്ചാൻ തന്റെ കുടുംബത്തെക്കുറിച്ച് ഒന്നുമേ സംസാരിക്കാറില്ല. എപ്പോഴും സംസാരിക്കുക പിതാക്കന്മാര്, സഭ, അച്ഛന്മാര്, ഇവരെ കുറിച്ചൊക്കെയാണ് രായച്ചാന്റെ ചിന്ത എപ്പോഴും. തീർച്ചയായിട്ടും നന്മകളെ ദൈവനമ്പുരാന്റെ സന്നിധിയിൽ ഓർക്കുന്നു. 71 എന്ന് പറയുന്നത് ചെറിയൊരു പ്രായമല്ല. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ എത്രത്തോളം മുന്നോട്ട് പോകും, എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് ഒന്നും നമ്മൾ സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്രകാരം ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ